വേണ്ടതിന് ശേഷം കുറേ നാൾ കൂടിയിട്ടാട്ടോ ഒന്ന് ദുബായ് ബോർഡർ കിടക്കുന്നത്. അപ്പോൾ പിന്നെ നേരെ വിട്ട് ദുബായ് മോളിലോട്ട്. ഇപ്പം പിന്നെ പ്രയോറിറ്റീസ് ഒക്കെ മാറിയല്ലോ. ഒരു മോളിൽ ചെന്നാൽ ഫസ്റ്റ് പോകുന്നത് ഡയപ്പർ ചേഞ്ച് ചെയ്യാനായിരിക്കും. ഡയപ്പർ ചേഞ്ച് സ്റ്റേഷൻ ഒരു രക്ഷയില്ലാട്ടോ. വാൾപേപ്പറൊക്കെ കിടു. എന്തായാലും ദുബായിലത്തെ ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ അടിപൊളിയാണ്. ഡയപ്പർ ചേഞ്ചിങ് സ്റ്റേഷനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് തന്നെ ഒരു നഴ്സിംഗ് റൂം കൂടെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു നല്ലൊരു റിക്ലൈനർ സോഫയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ വാവനെ കൊണ്ട് ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് ദുബായിൽ അത്ര വലിയ ടാസ്ക് അല്ല കേട്ടോ. പണ്ട് വന്നിട്ടുള്ളത് പൊന്നുനി കുനിക്ക് കൊണ്ട് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ. ഇപ്പോൾ ദേ മൂന്നാമത്തെ വാവനം കൊണ്ട് നമ്മൾ അഗെയിൻ സീസൺ 3 നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദുബായ് എക്വേറിയത്തിൻ്റെ അവിടേക്കാണ് ഞങ്ങൾ നേരെ പോയത്. പണ്ട് പൊന്നുനി കുനി ഞങ്ങളാണ് സ്ട്രോളറി കൊണ്ടുവന്നെങ്കിൽ ഇപ്പോൾ വാവേനെ റൈന് റിക്കായിട്ടോ സ്ട്രോളറി കൊണ്ടുപോകണേ. കാലം പോയൊരു പോക്കേ. എന്തായാലും ഏജ് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഇങ്ങനൊരു ഗുണമുണ്ട്. അവൻ ചെയ്യുമ്പോൾ ഒക്കെ കൈയും വീശി നമുക്ക് നടക്കാം. അവൻ എൻജോയ് ചെയ്ത് കിടക്കുക. എല്ലാം നോക്കി അമ്മലോ അമ്മലമ്മേ ഇഷ്ടായോ? ഡെലീഷ്യസ് കണ്ടതോടുകൂടി മക്കൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് ഓടിയിട്ടോ. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളാണെങ്കിൽ കയറിപ്പോവും. അത്ര ആംബിയൻസ് ആണ് അതിൻ്റെ അകത്ത് കേട്ടോ. അങ്ങനെ അവിടുന്ന് കുറച്ച് സോർ ക്യാൻഡീസും ഗമ്മീസും ഒക്കെ വാങ്ങി ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി. അപ്പോഴേക്കൊരു പതുക്കെ ഒരു പൂച്ചോർക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്രാവശ്യം ദുബായ് മോളിൽ വന്നപ്പോൾ ഞാൻ മെയിനായിട്ട് പറഞ്ഞത് എനിക്ക് ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് ലെറ്റോ കെഫേയിലത്തെ ട്രസ്റ്റ്ലെച്ചസ് കേക്ക് ട്രൈ ചെയ്യണം എന്നായിരുന്നേ. കുറേ നാളായി അത് കഴിക്കണം എന്ന് വിചാരിച്ചിട്ട്. ഇപ്രാവശ്യം എന്തായാലും അത് കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. മക്കൾക്ക് ഫുഡ് കോർട്ടിൽ കയറണം എന്ന് പറഞ്ഞുകൊണ്ട് ഇച്ചായം പോയിട്ട് വാങ്ങിക്കൊണ്ടുവരിക ചെയ്തത്. അപ്പോഴേക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ഒക്കെയാണ് കേട്ടോ. പക്ഷെ 50 എത്ര ഭാഗത്താണോ എന്ന് ചോദിച്ചാൽ ഞാൻ അത്ര സജസ്റ്റ് ചെയ്യില്ല. കാരണം ഇത്രയും ടേസ്റ്റുള്ള വേറെ കുറേ കേക്ക്സ് ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്നാലും കൊള്ളാം. വൺ ടൈം ഒക്കെ ട്രൈ ചെയ്യാൻ ഓക്കെയാണ്. ദുബായ് മോള് വന്നു കഴിഞ്ഞാൽ എന്തായാലും മ്യൂസിക്കൽ ഫൗണ്ടൻ കാണാതെ ഒരാളും പോയില്ലോ. അതും കൂടെ കണ്ടിട്ടാണ് ഞങ്ങൾ പോയത്. പ്രത്യേകിച്ച് ജെയിംസ് ബോണ്ടിൻ്റെ തീമിലായിരുന്നു അത്തവണത്തെ മ്യൂസിക്കൽ ഫൗണ്ടൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളുടെ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കീപ് സപ്പോർട്ടിങ് us. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.